ചുരുങ്ങിയ മുതൽ മുടക്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം എന്ന് പറയുന്ന ഒരുപാട് പരസ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചുരുങ്ങിയ മുതൽ മുടക്കിൽ നല്ല ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ AM സേവാ കേന്ദ്രയെക്കുറിച്ചിട്ട് അറിയുന്നതും മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും. AM സേവാ കേന്ദ്രയെക്കുറിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഹായ് ലുബിന് ഭായ്, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും കാണുന്ന പരസ്യം ചുരുങ്ങിയ മുതൽ മുടക്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം. ഈ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയാത്തവരായിരിക്കും ഇതുമായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നതും ആഗ്രഹിക്കുന്നതൊക്കെ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് സൈഡായിട്ട് നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഒക്കെ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് എന്താണെന്ന് അറിയാതെ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് ഈ ജനസേവാ കേന്ദ്രങ്ങൾ പോലുള്ള ബിസിനസ്സുകൾ. AM സേവാ കേന്ദ്രയുടെ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത എനിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കും എന്താണ് ബിസിനസ് തുടങ്ങാൻ മുന്നിട്ടിറങ്ങുന്നവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, അതല്ലെങ്കിൽ വളരെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നത് എന്താണ്? ഒരു ജനസേവന കേന്ദ്രം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 190% ഫേക്കാണ്, പക്ക ഫേക്ക്. ഇപ്പം നിങ്ങൾ അധികം ആൾക്കാരും ഈ വില കുറഞ്ഞ, അതായത് എമൗണ്ട് കുറവാണെന്ന് പറഞ്ഞിട്ടുള്ള ധാരണയിലാണ് പോവുക. 2500-ന്, 1700-ന്, 10,000-ന്, 15,000-നൊക്കെ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ഇതിലൊക്കെ ചീറ്റിങ്ങിൽ പെടുന്നത്. നമുക്ക് ഈ ജനസേവന കേന്ദ്രത്തിൽ അവർ പറയുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെൻറ് അപ്രൂവലാണോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു ആധാർ കാർഡിൻ്റെ സർവീസ് അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ സർവീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാൾ പറയുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഇപ്പോൾ ജലാൽ ഭായ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ജലാൽ ഭായിനോട് ഒരു ഫ്രാഞ്ചൈസി പറയാണ്, നമ്മൾ ആധാർ കാർഡിൻ്റെ സർവീസ് നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ സർവീസ് നിങ്ങൾക്ക് തരും എന്ന് പറയുമ്പോൾ ജലാൽ ഭായിക്ക് ഇങ്ങനൊരു സംഭവം ഇവിടെ കിട്ടുമെന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷന് നിലവിലുണ്ട്. ഇതാരും ചെയ്യുന്നില്ല. ഇവർ ഇപ്പോൾ മറ്റുള്ളവർ പറയുന്ന ഒരു 5,000 രൂപക്ക് നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി തരാം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? മറ്റുള്ള പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നിട്ട് ഒരു ചെക്കിങ്ങും ചെയ്യാണ്ട് നേരെ പോയിട്ട് പൈസ കൊടുക്കുക ചെയ്യുക. പിന്നീടാണ് ഇത് അറിയുന്നത് ഇത് ചതിക്കപ്പെട്ടു. പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. 100-ൽ 90% ആൾക്കാരും അതിൻ്റെ പിന്നാലെ കംപ്ലൈൻ്റ് ആയിട്ട് പോകില്ല. അതാണ് അവരുടെ ധൈര്യം. ഇനി അതല്ല, കംപ്ലൈൻ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർ അതിൻ്റെ പിന്നാലെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പൊക്കോളൂ. നിങ്ങളിതിൻ്റെ പിന്നാലെ പോകില്ല എന്നുള്ള 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ചീറ്റിംഗ് ഒക്കെ വരുന്നത്. ഈ ചീറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദി, വേറെ ആരുമല്ല. അവർ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല. ഒരു ആധാർ കാർഡ് കേരളത്തിൽ കിട്ടണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ആധാർ കാർഡിൻ്റെ സർവീസ് കിട്ടണം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് UIDൻ്റെ സൈറ്റിൽ ചെക്ക് ചെയ്താൽ മതി. ഒരു +2 പാസ്സാവാത്ത ഒരാൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല, UIDൻ്റെ സൂപ്പർവൈസർ എക്സാം എഴുതാൻ കഴിയില്ല. 10ാം ക്ലാസ് പോലും പാസ്സാവാത്തവർക്ക് ഇവിടെ ആധാർ കാർഡിൻ്റെ സർവീസ് കൊടുക്കുന്നു പറഞ്ഞ ഫ്രാഞ്ചൈസികളുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിലില്ല. ഓൺലൈൻ സർവീസിൽ കൊടുക്കാൻ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഭവം കേരളത്തിൽ അക്ഷയക്ക് പോലും ഇപ്പോൾ ഇല്ല. പിന്നെ എങ്ങനെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നു? അതും വിശ്വസിച്ചിട്ട് പോവുക ചെയ്യുക. UTIൻ്റെ പാൻ കാർഡ് ഇപ്പോൾ ID ഇല്ല, പുതുതായിട്ട് ID കൊടുക്കുന്നില്ല. ഇവർ പറഞ്ഞു UTIൻ്റെ പാൻ കാർഡിൻ്റെ ID നമ്മൾ തരും, കൊടുക്കുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അവരെന്ത് പറയുന്നു അത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുണ്ട്. CSE എന്ന് പറയുന്ന സംഭവമേ കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് മുന്നിലുണ്ട്. അത് ചെക്ക് ചെയ്യാൻ പോലും ആരും തയ്യാറാവുന്നില്ല. ഇവർ പോവുക, നിങ്ങൾക്ക് എക്സാം എഴുതണ്ടെന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എക്സാം എഴുതണം. നമ്മൾ എക്സാമിനെ ഭയപ്പെട്ടിട്ട് എക്സാം ഒന്നും എഴുതാണ്ട് നേരെ പോവുക, ക്യാഷ് കൊടുക്കുക. അവർ നമ്മളോട് എന്താ പറയുന്നത്, അതിന് എക്സാമിൻ്റെ ഒന്നും ആവശ്യമില്ല, CSE അപ്രൂവൽ ചെയ്യുന്നത് നമ്മളാന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് അതിലേക്ക് കുടുങ്ങി പോകുന്നത് നിങ്ങളെ ഫോൾട്ടാണ്, വേറെ ആരെ ഫോൾട്ടല്ല. അവർ നിങ്ങളെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ്റിക്കാൻ നിന്ന് കൊടുത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ പറ്റിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക. നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എല്ലാ ഓപ്ഷൻസും ഇപ്പം നിങ്ങളൊരു വിരൽത്തുമ്പിലുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന
ആൻസേഴ്സ് ഒക്കെ ഉള്ളൂ. അതുപോലും നമ്മൾ ആരും ചെയ്യുന്നില്ല. രണ്ട് കാര്യങ്ങളിൽ സംശയം നമുക്ക് എല്ലാവർക്കും തോന്നാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് സാമ്പത്തിക ലാഭം അതിലൂടെ കിട്ടും. ഇനി 2500 രൂപയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയിട്ട് നമുക്കൊരു ഫ്രാഞ്ചൈസി തരാൻ ആളുകളുണ്ട്. അവർ നമുക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് തരുന്ന ഓഫറുകൾ 35 രൂപ അടച്ചിട്ട് നമുക്ക് ഫ്രാഞ്ചൈസി തരാൻ തയ്യാറായിട്ടുള്ള ടീമുണ്ട്. ഇനി 2500 രൂപയ്ക്ക് നമുക്ക് തരാനുള്ള ടീമുണ്ട്. പിന്നെ എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പാലിക്കേണ്ട നിബന്ധനകളൊന്നും പാലിക്കാതെയും പിന്നെ ഫ്രാഞ്ചൈസി തരാൻ പല ആളുകളും പല പരസ്യങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ വരുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച്, കാണുന്ന ആളുകളെ സംബന്ധിച്ച്, ഇത് തുടങ്ങാനിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മൊത്തത്തിൽ ശരിയായിട്ടുള്ള ഫ്രാഞ്ചൈസി ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നത് ഏതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? യൂട്യൂബ് നമുക്ക് യഥാർത്ഥത്തിൽ യൂട്യൂബ് എല്ലാത്തിനും ഉപകരിക്കുന്ന സംഭവമാണ് കേട്ടോ, ഇല്ലാന്നൊന്നും പറയുന്നില്ല. നമ്മൾ ഫ്രാഞ്ചൈസി എടുത്തിട്ട് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരോട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഓൺലൈൻ സർവീസ് എന്ന് പറഞ്ഞാൽ വലിയ മലമൊന്നുമല്ല, ആർക്കും ചെയ്യാൻ പറ്റും. ആർക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് അത് നിങ്ങളൊരു ബിസിനസ് നടത്തുമ്പം അത് പോസിബിൾ അല്ല. മറിച്ച് നിങ്ങളെ സ്വന്തം ആവശ്യത്തിന് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കാം, നിങ്ങൾക്ക് കുറേ സമയം എടുത്ത് പഠിക്കാം. ഇപ്പം നമ്മൾ ഒരു 30 ദിവസത്തിനുള്ളിൽ 180ഓളം സർവീസുകൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യിക്കുന്നത്. മറിച്ച് നിങ്ങൾ ഈ 180 സർവീസുകൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കി പഠിച്ച് കസ്റ്റമേഴ്സിന് സർവീസ് കൊടുത്ത് തുടങ്ങുമ്പോഴേക്ക് നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 6-7 മാസം എടുക്കും. അത് ഒഴിവാക്കുക. അതൊരു മാസത്തിലേക്ക് നിങ്ങൾ എടുക്കുന്ന ടൈം ഒരു മാസത്തിലേക്ക് കുറയ്ക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. വേറെ ഒരു ഉദ്ദേശമില്ല. ട്രെയിനിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറും അത് മാത്രമാണ്. പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അറിയാത്ത ആളുകൾ വരുമ്പോൾ അവർക്ക് എന്ത് വേണം? ഒരു കോൺഫിഡൻസ് കിട്ടണം, അല്ലേ? ഇപ്പോൾ ജലാൽ ഭായ് ഒരു സ്ഥാപനത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ കസ്റ്റമറായിട്ട് വരുമ്പോൾ ജലാൽ ഭായ്ക്ക് ഒരു കോൺഫിഡൻസ് വരണമെങ്കിൽ ജലാൽ ഭായ്ക്ക് അതിനെപ്പറ്റി അറിയണം. അപ്പം ഞാൻ വന്ന് ചോദിക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് ജലാൽ ഭായ്ക്ക് അറിയാനുള്ളൊരു കഴിവെങ്കിലും വേണം. അതിന് നിങ്ങൾ എന്താവണം? ഇതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടണം. അല്ലാണ്ട് അതിൽ യാതൊരു നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് പരാജയമായി മാറാൻ ഏറ്റവും വലിയ ചാൻസ് ഉള്ള സംഭവം. യൂട്യൂബ് ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതൊരു ബിസിനസ് സ്ഥാപനത്തിന് യൂട്യൂബ് അത്ര വലിയ ബെറ്റർ അല്ല. കാരണം അതിന് സമയമെടുക്കും. നിങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഓരോന്നും നിങ്ങൾ ചോദിച്ച് ചെയ്യുമ്പോഴത്തിന് നോക്കി പഠിച്ച് വരുമ്പോഴത്തിന് സമയമെടുക്കും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മുന്നിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഐഡീസ് എല്ലാവർക്കും ഒരേപോലെ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ഡിഫറെൻറ്റ് ഐഡിയാസ് ആയിരിക്കും. പിന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം കൊണ്ടാണ് നിങ്ങൾ കളിക്കുന്നത്. അതായത് ഒരു സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതമാണ്. കുറേ എൻട്രൻസുകൾ ഇപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എൻട്രൻസിൻ്റെ എക്സാം രജിസ്റ്റർ ചെയ്യാൻ കഴിയാണ്ട്, ഒരു കുട്ടീൻ്റെ എക്സാം എഴുതാൻ കഴിയാണ്ട് പ്രശ്നമായതൊക്കെ, അങ്ങനെ കുറേ ഇഷ്യൂസ് ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ജലാൽ ഭായ് ചോദിച്ച ചോദ്യമാണ് 2500 രൂപയ്ക്ക് നമ്മളെ കേരളത്തിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ കൊടുക്കുന്ന എക്സാമൊക്കെ എഴുതിച്ചിട്ട്, എക്സാം എഴുതാണ്ട് കൊടുക്കുന്നത് കുറേ ഉണ്ട്. എക്സാം എഴുതിച്ചിട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ, അപ്പം ഞാൻ സത്യത്തിൽ ഫസ്റ്റ് ഇത് കേട്ടപ്പോൾ നമ്മളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് എടുത്തിട്ട് 12 വർഷമായി. എനിക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പം നമ്മളിതിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരെങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്, നമ്മളറിയുന്ന ഇതിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അങ്ങനെ 2 ഓപ്ഷനേ ഉള്ളൂ. ഈ സെൻട്രൽ ഗവൺമെൻറ് എങ്ങനെ ഇവർക്ക് ഈ 2500 രൂപക്ക് ഇവർ കൊടുക്കുന്നു? പിന്നെ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ വേറെ എമൗണ്ട് ഒന്നും തരണ്ട, നിങ്ങൾക്ക് ട്രെയിനിങ് കാര്യങ്ങൾ അതിൻ്റെ കൂടുതൽ കുറച്ച് സർവീസുകൾ, ഇതാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ അല്ല. CSE എന്ന് പറഞ്ഞതിന് നിങ്ങൾ ടെക് എക്സാം എഴുതണം. അതേപോലെ ഒരു എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങളെ കൊണ്ട് എക്സാം എഴുതിക്കുക. ഇപ്പോൾ ആധാർ കാർഡിൻ്റെ സർവീസിൻ്റെ ടീം, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ, നമ്മളെ ഫേസ്ബുക്ക് പേജിൽ അതിനെ പറ്റിയിട്ട് ഒരു ഇതന്നെ ഡീറ്റെയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആധാർ കാർഡ് അവർ കൊടുക്കുന്നത് ഇപ്പം എന്താ പറയുക, ആധാർ കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പരസ്യം ചെയ്തു. കുറേ ഒരു വർഷം കൊണ്ട് ഒരു 200ഓളം ഫ്രാഞ്ചൈസികൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ 2 വർഷമായി, നമുക്കിപ്പോഴും 104 ഫ്രാഞ്ചൈസികളേ ഉള്ളൂ. ആ ഒരു മാറ്റം അവർ പറയുന്ന സംഭവം, അതായത് ആധാർ കാർഡ് കൊടുക്കാം. ആധാർ കാർഡ് ഞാനങ്ങനെ നമുക്കിപ്പം ഈ ഫ്രാഞ്ചൈസി എമൗണ്ടാണ് നമുക്ക് മെയിൻ എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴോ ഉണ്ടാക്കി പോയേനെ, അതിന് മാത്രം ക്യാഷ് ഉണ്ടാക്കിയായിരുന്നു.
ഇവർ പറയുന്ന ഈ ആധാർ കാർഡിൻ്റെ സർവീസുകളുടേത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഫേസ്ബുക്ക് പേജിൽ അത് റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അവർ കൊടുക്കുന്നത് വെറും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് കൊടുക്കുക. യൂട്യൂബിൽ നിന്ന് എടുത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു സംഭവം. നിങ്ങൾ നോർത്ത് ഇന്ത്യ, നിങ്ങൾക്ക് കുറച്ച് ഹിന്ദി അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കത് 30 രൂപ അടിച്ചാൽ മതി. ഇവർ വാങ്ങുന്നത് 90 രൂപയാണ് ഒരു ID, അതായത് ഒരു ആധാർ കാർഡിൻ്റെ ID ഇത് ചെയ്യുന്നതിന്. ഇപ്പം ജലാൽ ഭായിൻ്റെ ഒരു മൊബൈൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് 90 രൂപ, അതാണ് അവർ വാങ്ങുന്നത്. മറിച്ച് അത് നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് കുറച്ച് ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം 30 രൂപക്ക്. ലുബിനുമായി പിന്നെ എൻ്റെ സംശയമാണ്, ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നും എനിക്ക് ചോദിക്കാൻ തോന്നിയ ഒരു ചോദ്യമാണ്. ഈ അക്ഷയയ്ക്കും CSCക്കും മാത്രമേ ഗവൺമെൻറ് അപ്രൂവൽ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇത് കേൾക്കുന്നവർക്കും സംശയം ഉണ്ടാവും, നമ്മുടെ ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സംശയം ഉണ്ടാവും, അക്ഷയയും CSCയും തമ്മിലുള്ള വ്യത്യാസവും എന്താണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പം കുറച്ചുകൂടി എളുപ്പമുള്ളതും നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബിസിനസ്സിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ അക്ഷയക്കും CSCക്കും കേരളത്തിൽ അതേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ ഈവൻ സേവാ കേന്ദ്ര പോലും, ഇപ്പോൾ നിങ്ങളോട് ലക്ഷങ്ങൾ വാങ്ങുന്ന ഫ്രാഞ്ചൈസികളുണ്ട്, അവർക്ക് പോലും സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവലൊന്നുമില്ല. അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ. സേവാ കേന്ദ്ര പോലും സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ അല്ല. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് ഫ്രാഞ്ചൈസിയാണ്. സേവാ കേന്ദ്ര എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഫ്രാഞ്ചൈസിയാണ്. നമ്മളൊരു ഫേം രജിസ്റ്റർ ചെയ്തു, ISO സർട്ടിഫിക്കേഷനും പിന്നെ അതുപോലെ തന്നെ MSMEയും KSFT ഒക്കെ ആയിട്ട് രജിസ്ട്രേഷനുള്ള ഒരു സാധാ പ്രൈവറ്റ് ഫേമാണ് സേവാ കേന്ദ്ര. എല്ലാവരും ആകെ അതിൽ അപ്രൂവൽ ഉള്ളത് അക്ഷയക്കും CSCക്കും മാത്രമാണ്. പക്ഷേ CSC എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റും അക്ഷയ എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. അക്ഷയക്ക് നിങ്ങളിപ്പോൾ ഒരു അക്ഷയൻ്റെ ബോർഡ് കാണുമ്പോൾ അതിൽ നിങ്ങൾക്ക് അക്ഷയൻ്റെ എംബ്ലോ കാണാം, അതുപോലെ തന്നെ CSC എന്നും കാണാം. അത് രണ്ടും സെയിമാണ്. നമ്മളിപ്പം സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ എടുത്തു കൊടുക്കുന്ന, അതായത് നിങ്ങളെ കൊണ്ട് എക്സാം എഴുതിച്ചിട്ട് എടുത്തു കൊടുക്കുന്ന CSCയും അക്ഷയയിലുള്ള CSCയും സെയിമാണ്. അതിലൊന്നും മാറ്റില്ല. പിന്നെ കുറേ ഫേക്ക് ഫ്രാഞ്ചൈസി CSCകൾ ഉണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നുമല്ല. CSCൻ്റെ പേര് വെക്കും, IDs വെക്കും. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ നിങ്ങൾ കേൾക്കാം, എക്സാം എഴുതാണ്ട് നിങ്ങൾക്ക് CSC ID തന്നിട്ടുണ്ടാവും, അവർ ബോർഡൊക്കെ വെക്കാൻ പറയും. എക്സാം എഴുതാണ്ട് നിങ്ങളോട് അങ്ങനെ ഒരു CSC ID തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു CSC ID ഉണ്ടെങ്കിൽ എനിക്കിതിൽ സ്റ്റാഫിനെ ആഡ് ചെയ്യാം. അതായത് അവർ ആധാർ കാർഡ് വെച്ചിട്ട് സ്റ്റാഫിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫിന് വേറൊരു CSC ID കിട്ടും. ആ CSC ID ഇവർക്ക് കൊടുക്കും. ഇതിൻ്റെ ഇൻസെൻറ്റീവ്സ് ഒക്കെ കിട്ടുന്ന ആർക്കാണ്? ഇതിൻ്റെ സ്റ്റാഫിന് കിട്ടൂല, സ്റ്റാഫായിട്ട് എടുത്ത IDsന് കിട്ടൂല. ഇതിൻ്റെ മെയിൻ ID ആർക്കാണോ അയാൾക്കാണ് കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് ഒക്കെ കിട്ടുക. സെൻട്രൽ ഗവൺമെൻറ്റിൽ കുറേ വർക്കുകളുണ്ട്. നിങ്ങൾക്കിപ്പം ഇവിടെ ചിന്തിക്കാൻ പറ്റാത്ത അത്ര വർക്കുകൾ CSCയിലുണ്ട്. പക്ഷെ അതാരും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒന്നാമത്തെ റീസൺ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പം CSCയിൽ ഈ 2025 അപ്ഡേഷൻ പ്രകാരം ആധാർ കാർഡിൻ്റെ സർവീസ് കൊടുത്തു തുടങ്ങാം. അതിന് നിങ്ങൾ എക്സാം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ജെനുവിനായിട്ട് ആധാർ കാർഡിൻ്റെ സർവീസ് കൊടുത്തു തുടങ്ങാം. നിങ്ങൾക്ക് അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടുതലാണ്. സാധാ ഒരു മറ്റേ അക്ഷയക്ക് നിങ്ങളിപ്പോൾ ഒരു അക്ഷയ നടത്തിപ്പുകാരന് അയാളെ സ്റ്റാഫിനെ എന്ത് ചെയ്യാം, ആഡ് ചെയ്തിട്ട് ആ സ്റ്റാഫ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ UIDൻ്റെ ഇത് കിട്ടും. മറിച്ച് ഒരു CSC VLക്ക് അയാൾ തന്നെ എക്സാം എഴുതണം. എൻറോൾമെൻറ്റ് എക്സാം എഴുതിയിട്ട് അയാൾക്ക് ID കിട്ടണം. ആ ID മാത്രമേ ഇതിൽ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് CSCയിൽ നിങ്ങൾ കാണുന്ന CSCയിൽ ഒരിക്കലും ഈ ആധാർ കാർഡിൻ്റെ സർവീസുകൾ വരാത്തത്. അപ്പോൾ ആധാർ കാർഡ് അക്ഷയയും CSCയും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CSCക്ക് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ മാത്രമേ ഉള്ളൂ, അക്ഷയക്ക് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവലും സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവലും ഉണ്ട്. പിന്നെ സർവീസിലുള്ള വ്യത്യാസം ഇപ്പോൾ നിങ്ങളൊക്കെ പറയുന്നേക്കാം, നിങ്ങൾ അക്ഷയക്ക് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അക്ഷയക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡ്, പിന്നെ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിലുള്ള ID, പെൻഷൻ മസ്റ്ററിങ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിങ്, ഇത്ര കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് ID ഉള്ളൂ. പിന്നെ AISൻ്റെ, അതായത് നമ്മളെ കുറച്ച് വെൽഫെയർ ബോർഡിൻ്റെ രജിസ്ട്രേഷനും അക്ഷയക്ക് അതിപ്പോൾ ഓപ്പൺ പോർട്ടലിലേക്ക് കൂടെ വന്നു. അപ്പോൾ ഇത്രയൊക്കെ അക്ഷയക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ സർവീസുകളും ഇപ്പോൾ പാസ്പോർട്ട് ആയിക്കോട്ടെ, RTO സർവീസ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ,
അത് CAC-ക്കും അക്ഷയക്കും ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനക്കാർ അവർക്കൊക്കെ സെയിമാണ്. പിന്നെ ഒരു ചോദ്യമാണ് സോഫ്റ്റ്വെയർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് ചില ഫ്രാഞ്ചൈസികൾ പറയും നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയറിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇന്ന സർവീസുകൾ ചെയ്യാം, അതിലേക്ക് അങ്ങോട്ട് എത്തുന്ന പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളൊരു സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സൈറ്റിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലേക്ക് കയറണമെങ്കിൽ ഞാനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയുമോ? ഇല്ല. ആ ഗവൺമെൻറ് നമുക്ക് അനുമതി തരുമോ? അതിന് ഗവൺമെൻറ് എന്തുണ്ടാക്കണം? സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം. ഇപ്പോൾ CAC-ക്ക് ഗവൺമെൻറ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് ചെയ്യാം. മറ്റുള്ളതൊക്കെ ഓപ്പൺ പോർട്ടലാണ്. നമ്മളൊക്കെ എന്താ ഉള്ളത്? AM സേവ എപ്പോഴും തുറന്നു പറയുന്ന കാര്യമാണ്. നമ്മളോട് എൻക്വയറി ചെയ്യുന്ന ആൾക്കാർ എത്രയോ എൻക്വയറീസിലുണ്ട്, മറ്റുള്ളവർക്ക് ഇതുണ്ട്, എന്തുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, നിങ്ങൾക്കതില്ലേ? നമുക്ക് വെബ്സൈറ്റേ ഉള്ളൂ. ആ വെബ്സൈറ്റിൽ കുറച്ച് ലിങ്കുകളുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിന്. അതായത് നിങ്ങൾ കയറുമ്പോൾ നേരിട്ട് ചെല്ലാനുള്ളൊരു ലിങ്ക്, അത്ര മാത്രമേ ഉള്ളൂ. അതായത് എല്ലാവർക്കും പറ്റുള്ളൂ. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് ചാടിപ്പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ സോഫ്റ്റ്വെയർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് സോഫ്റ്റ്വെയറിൻ്റെ ഈ പറയുന്ന ടീം അവർ 3 ടൈപ്പ് ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഒരു 35,000-ന്. അപ്പോൾ ആ 35,000-ന് നിങ്ങൾ വില്ലിങ് അല്ല, നിങ്ങൾക്ക് 15,000-ൻ്റെ ഫ്രാഞ്ചൈസി വരും. അപ്പോൾ 15,000-ന് കുറച്ച് കാര്യങ്ങൾ കുറവുണ്ടാവും. ആ 15,000-ന് നിങ്ങൾ വില്ലിങ് അല്ല, 10,000-ൻ്റെ ഫ്രാഞ്ചൈസി വരും. ഇപ്പോൾ ജലാൽ ഭായ് ഒരു സ്ഥലത്ത് എടുക്കുമ്പോൾ നമ്മൾ ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് പറയും. ആ ഡിസ്റ്റൻസിലേ നമ്മൾ അടുത്ത ഫ്രാഞ്ചൈസി കൊടുക്കുകയുള്ളൂ. ഇവർ 35,000 രൂപേൻ്റെ ഫ്രാഞ്ചൈസി നിങ്ങൾ എടുത്തിട്ടില്ല, 15,000-ൻ്റെ തരും. നിങ്ങൾ അതേ ഏരിയയിൽ ഒരാൾ 35,000-ൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് വേറെ ആയിരിക്കും, ആ ഫ്രാഞ്ചൈസി അവിടെ കൊടുക്കും. ചീറ്റിംഗ് അല്ലേ? അല്ലേ? കാരണം നമ്മളിപ്പോൾ പറയുന്നത് എന്താ, 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വേറെ തരുള്ളൂ, വേറെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതേ സാധനം അതേ കമ്പനി വേറെ പേരിൽ, അതായത് വീഞ്ഞ് പല കുപ്പികളിലാക്കിയിട്ട് ഒരേ സ്ഥലത്ത് കൊടുക്കും. ബിസിനസ് തന്ത്രമാണ്. പക്ഷെ ഞാൻ പറയാം അതിന് ചീറ്റിംഗ് എന്നാണ്. ലുബിനുമായി പറയുന്നത് ഈ ബിസിനസ് തുടങ്ങാനിരിക്കുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് വഞ്ചിക്കപ്പെടാതെ, പറ്റിക്കപ്പെടാതെ നേരായ മാർഗത്തിൽ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലുബിനുമായി പറയുന്നതാണ് 100% കറക്റ്റ് എന്ന് നിങ്ങൾ പറയുന്ന വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നിട്ട് പലരും പല പരസ്യങ്ങളിൽ പെട്ടിട്ട് ഇതിൽ വഞ്ചിതരാവുന്നുണ്ട്. നിങ്ങൾ ഇത്രയും സ്ട്രൈറ്റ് ആയിട്ട് ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചിട്ട് കേരളത്തിൽ 2 വർഷം കൊണ്ട് 104 ഫ്രാഞ്ചൈസികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെന്താണ്? നിങ്ങൾ മാർക്കറ്റിങ്ങിൻ്റെ കുറവാണോ? നിങ്ങളിൽ ആളുകളുടെ വിശ്വാസക്കുറവാണോ? എന്താണ് അതിൻ്റെ ഒരു മറുപടി? ഇപ്പോൾ എന്തുകൊണ്ട് കുറവ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ജലാൽ ഭായ് എന്നെ എൻക്വയറിക്ക് ഇപ്പോൾ 2 വർഷം കൊണ്ട് ചുരുങ്ങിയതൊരു 5000 ചില്ലാം കോളുകൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ 5000 ചില്ലാം കോളുകളിൽ നമുക്ക് എന്നിട്ട് 104 ഫ്രാഞ്ചൈസികളെ വന്നിട്ടുള്ളൂ 5000 ചില്ലാം എൻക്വയറീസിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഈ ആളുകൾ എൻക്വയറി ചെയ്യുന്നത് ചീപ്പാണ്, അതായത് ഏറ്റവും കുറഞ്ഞ എമൗണ്ടിന് കിട്ടുക, അതാണ് മെയിൻ ഉദ്ദേശം. രണ്ടാമത്തത് എക്സാം എഴുതാൻ ഇവർക്ക് കഴിയില്ല, എക്സാം എഴുതാൻ പേടി, രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് 1 മാസത്തെ ട്രെയിനിങ് എന്നുള്ള സംഭവം ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1 മാസത്തെ ട്രെയിനിങ്, 1 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെക്കുമ്പോൾ ഇവർ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ 1 മാസത്തെ ട്രെയിനിങ് ഒക്കെ വേണോ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം മറ്റുള്ളവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇന്ന് രജിസ്റ്റർ ചെയ്താൽ നാളെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ പറയാം. അത് ഒരു റീസണാണ്. പിന്നെ വരുന്നതാണ്, നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മിനിമം 10ാം ക്ലാസ് പാസ്സാവണം. കാരണം സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ കിട്ടണമെങ്കിൽ മിനിമം 10ാം ക്ലാസ് പാസ്സാവണം. അടുത്ത റീസണ്. പിന്നെ വരുന്നതാണ് കുറച്ച് IDs, അതായത് നമ്മളെ കുറച്ച് IDകളിൽ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കറക്റ്റായിരിക്കണം. അതല്ലാത്തവർക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ഈവൻ വോട്ടർ ID വരെ വേണം. പല ആൾക്കാർക്കും വോട്ടർ ID ഉണ്ടാവില്ല. വോട്ടർ ID ഉള്ളത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പേരും കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഇതിൻ്റെ റീസൺ. അല്ലാതെ നമ്മളെ ഇത് കൊടുക്കുന്നതിൻ്റെ പ്രശ്നമോ അങ്ങനെയൊന്നുമല്ല. ആളുകളുടെ പ്രശ്നം ഇതാണ്, എക്സാം എഴുതാൻ കഴിയില്ല, IDs കറക്റ്റായിരിക്കില്ല, 10ാം ക്ലാസ് പാസ്സാവണമെന്ന് പറയുന്നത് പ്രശ്നമുണ്ട്, പിന്നെ 1 മാസത്തെ ട്രെയിനിങ്, നിർബന്ധ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഈ കുറവ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നല്ലപോലെ എന്നോട് ചോദിച്ചിട്ട് നമ്മളോട് എൻക്വയറീസ് നടത്തിയിട്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ ചെയ്യാം എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ
അല്ല നിങ്ങളത് എക്സാം എഴുതിയാലല്ലേ CSE കിട്ടുള്ളൂ. എക്സാം എഴുതാണ്ട് CSE കൊടുക്കുന്ന അവരത് നമ്മളെടുത്തു, നമ്മൾ ഓക്കെ. പിന്നെ അവരെ പിന്നാലെ പോകാനോ നമ്മളൊരു എൻക്വയറീസ് ചെയ്ത് കഴിഞ്ഞ ആളുകളുടെ പിന്നാലെ വീണ്ടും വീണ്ടും വിളിച്ച് വീർപ്പിക്കുന്ന പരിപാടി നമുക്കില്ല. ഒന്നാമത്തെ റീസൺ അതാണ്. കാരണം നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു, അവർക്ക് വേണമെങ്കിൽ എടുക്കാം. അവർ ബില്ലിംഗ് ആണോ എടുക്കാം, നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. ഇനി അതല്ല അവർ വിളിച്ചിട്ട് വീണ്ടും വീണ്ടും അവരെ പിന്നാലെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങനെ ഫോളോ അപ്പ് ചെയ്യാറില്ല. ഒരാൾ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും വിളിക്കും. അതല്ല നമ്മളോട് ഞാൻ നോക്കട്ടെ പറയാം എന്ന് പറഞ്ഞ ആളുകളെ നമ്മൾ വിളിക്കില്ല. ഇപ്പോൾ ചില ആളുകൾ നമ്മളോട് പറയുന്നത് വെച്ചാൽ ഞാൻ നെക്സ്റ്റ് മന്ത് ഞാൻ രജിസ്റ്റർ ചെയ്യാം, ഇപ്പം എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. അല്ലാണ്ട് ഇന്നിപ്പോൾ വിളിച്ചു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ആൾക്കാരെ പിന്നെ നമ്മൾ എൻക്വയറി ചെയ്ത ആൾക്കാരെ പിന്നെ അവരെ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ള പരിപാടി നമുക്കില്ല. അതൊക്കെയാണ് ഒരു റീസൺ, അല്ലാതെ ഇപ്പോൾ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല അതിൽ. ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയക്കകത്ത് പല കമ്പനികളും അല്ലെങ്കിൽ എല്ലാ കമ്പനികളും ഓഫറുകളുടെ പൊടിപൂരം ഇട്ടിട്ടാണ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. AM സേവാ കേന്ദ്ര ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ 26,000 രൂപയാണ്. ഒരു പക്ഷേ ആ ഒരു എമൗണ്ടിൽ നിന്നും കുറച്ചിട്ട് ചില പ്രത്യേക സമയങ്ങളിൽ ഓഫറോട് കൂടിയിട്ടുള്ള പരസ്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രാഞ്ചൈസികൾ കേരളത്തിൽ തുറക്കാൻ പറ്റും. ഒരുപാട് ആളുകൾക്ക് അതിലൂടെ കുറച്ച് സാമ്പത്തിക കുറവ് കാരണം പല ആളുകളും ചിലപ്പോൾ അതിലേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് 15,000 രൂപയ്ക്കുണ്ട്, 10,000-നുണ്ട്. പക്ഷേ നിങ്ങൾ 26,000 രൂപയ്ക്കാണ് ഫ്രാഞ്ചൈസി നൽകുന്നത്. ഈ 26,000 രൂപ നൽകി നിങ്ങളിൽ നിന്ന് ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ തരുന്ന സർവീസ്? ഇപ്പോൾ 26,000 എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ ഓഫർ പ്രൈസാണ്. ഇതുവരെ 23,000 രൂപയായിരുന്നു നമ്മൾ ചാർജ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 26,000 ആയില്ലേന്ന്. ഈ 26,000-ന് ഇപ്പം നമുക്ക് കുറച്ച് ഡിവൈസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിവൈസിൻ്റെ ഓഫറാണ് ശരിക്കും. ഡിവൈസിന് യഥാർത്ഥത്തിൽ 7,000 രൂപേൻ്റെ അടുത്ത് നമുക്ക് ചിലവ് വരുന്നുണ്ട്. അത് നമുക്കൊരു ഓഫറിൽ കിട്ടിയതുകൊണ്ട് നമ്മൾ ഈ സെപ്റ്റംബർ മാസം സാധാരണ നമ്മൾ ഇങ്ങനെയൊന്നും ഓഫർ വെക്കാറില്ല. നമുക്ക് വെക്കുന്നതിനൊരു പരിധിയുണ്ട്. മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 രൂപ അതൊക്കെ നമ്മൾ കുറയ്ക്കാറുള്ളൂ. 3 രൂപ 5 രൂപ അങ്ങനെയൊക്കെ കുറയ്ക്കാറുള്ളൂ. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഡിവൈസുകൾ കൂടെ ആഡ് ചെയ്തിട്ടാണ് 26,000. അത് ഈ സെപ്റ്റംബർ വരെ ഉള്ളൂ കേട്ടോ. 26,000-ന് വീണ്ടും നമ്മളിത് 23,000-ലേക്ക് പോകും ഡിവൈസ് ഇല്ലാണ്ട്. ഇപ്പോൾ ഡിവൈസോട് കൂടിയിട്ട് 26,000 ആണ്. അപ്പം നമ്മളെ സാധാ 23,000-ന് 30,000 രൂപേൻ്റെ സംഭവം നമ്മൾ 26,000 രൂപയ്ക്ക് കൊടുക്കുന്നു. അതാണ് ഇപ്പോഴും പോകുന്നത്. ഫിംഗർ ഡിവൈസും മൈക്രോ ATM-ഉം. പിന്നെ നമ്മൾ എന്തൊക്കെ നൽകുന്നു അത് നല്ലൊരു ഇതാണ്. കാരണം നമ്മൾ നൽകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ട്രെയിനിങ് ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ കുറച്ച് തേർഡ് പാർട്ടി സർവീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു സ്ഥാപനം, ഒരു ഓൺലൈൻ സ്ഥാപനം എന്ന് പറഞ്ഞ ഇത് നമുക്ക് വെറും ഓൺലൈൻ സർവീസായിട്ട് മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല. കാരണം വിജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വരുമാനം മൊത്തമായിട്ട് വരണമെങ്കിൽ കുറേ സമയം എടുക്കും. ഇപ്പോൾ ജലാൽ ഭായ് ഇപ്പോൾ നിങ്ങളെ ഒരു സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിൽ കുറേ മൊബൈൽ ഷോപ്പുകളുണ്ട്, അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഓൾറെഡി കസ്റ്റമർ ബേസ് ഉണ്ട്. ആ കസ്റ്റമർ ബേസ് പിന്നെ അവർ ഈ മൊബൈൽ ഷോപ്പ് നടത്താൻ വേണ്ടിയിട്ട് വാടക കൊടുക്കുന്നുണ്ട്, സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന ഏത് ബിസിനസ്സാണ്, നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് ബിസിനസ്സാണെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അതിനൊരു സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു ഇപ്പം എന്താ പറയുക, നിലവിൽ കസ്റ്റമർ ബേസിലുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ ഈ ബിസിനസ്സിലേക്ക് ആളെ കിട്ടും, നമ്മളെ നിലവിലുള്ള ബിസിനസ്സിലേക്ക് ആളെ കിട്ടും. അപ്പോൾ എന്താ പറയുക, പിന്നെ ചോദിച്ചാണ് 26,000-ൽ കുറച്ചുകൂടെ എന്ന്. കുറയ്ക്കാന്നുള്ള ബുദ്ധിമുട്ടാണ്. നമ്മളിതിൽ കൊടുക്കുന്നത്, നമുക്കിതിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല. ഒന്നാമത്തത്, നമ്മൾ കൊടുക്കുന്ന സർവീസിൽ നമുക്ക് വെള്ളം ചേർക്കാൻ കഴിയില്ല. 2 വർഷത്തെ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. 30 ദിവസത്തെ നിർബന്ധ ട്രെയിനിങ് കൊടുക്കണം. പിന്നെ IRCTC, ട്രാവൽ ഏജൻസി, ഇൻഷുറൻസിൻ്റെ ഏജൻസി, മണി ട്രാൻസ്ഫർ, ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, അങ്ങനെയുള്ള കുറേ തേർഡ് പാർട്ടി സർവീസ് ഉണ്ട്. ഇതൊക്കെ നമ്മളിതിൽ കൊടുക്കണം. നമ്മളിതിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആ സ്ഥാപനം എന്താ പറയുക, നമ്മൾ 100% നമുക്ക് അതിൽ തരാൻ കഴിയില്ല. 100% റിസൾട്ട് നമുക്ക് തരാൻ കഴിയില്ല. അപ്പോൾ ഓൺലൈൻ സർവീസ് മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് നോ ഇഷ്യൂ, കുഴപ്പമില്ല. മറിച്ച് ഈ തേർഡ് പാർട്ടി സർവീസും കൂടെ കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അതിനെക്കൊണ്ട് മെച്ചം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറയ്ക്കുക എന്നുള്ള പരിപാടി നമ്മളെ കൊണ്ട് പറ്റുന്നതേ കുറയ്ക്കാൻ കഴിയുള്ളൂ. 2 വർഷത്തെ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ നിങ്ങളെ പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഓഫർ തരാം. ഇപ്പോൾ 26,000 രൂപൻ്റെ നിങ്ങൾക്ക് 10,000 രൂപക്ക് തരാമെന്ന് പറയാം. നമ്മൾ ഇതുവരെ 23,000 രൂപൻ്റെ ഫ്രാഞ്ചൈസി നമ്മൾ 17,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ആ ലെവലിൽ നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ റീസൺ ഇതാണ്. ഇപ്പോൾ നമ്മളിൽ ചേർന്ന ആൾക്കാരെ ഇപ്പം നമ്മൾ അവരെ എന്താ പറയുക, ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നമുക്ക് അവർ ഇത് ഓൺലൈൻ സർവീസിന് ക്യാപ്പബിൾ അല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരോട് നമ്മൾ ഓപ്പണായിട്ട് പറയും, നിങ്ങൾ ഒഴിവായിക്കോളൂ, നിങ്ങൾക്കിത് പറ്റില്ല. നമ്മളെ ട്രെയിനിങ്ങിൻ്റെ ചാർജ് നമ്മൾ എടുത്തിട്ട് ബാക്കി എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 പേർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കാരണം വെറുതെ അവരോട് നമ്മൾ പൈസ വാങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് പ്രായമുള്ള ആളുകൾ കയറുന്നുണ്ട്. നമ്മളിതിൽ 104 നമുക്ക് 60ഓളം ഫ്രാഞ്ചൈസികൾ CSE ഉള്ള ഫ്രാഞ്ചൈസികളാണ്. ബാക്കിയുള്ളത് നമുക്ക് മുമ്പേ നമ്മൾ പ്രൈവറ്റ് സ്ഥാപനമായിട്ട് കൊടുക്കുന്ന സമയത്തുള്ള ഫ്രാഞ്ചൈസികളാണ്. അപ്പോൾ നമ്മളെ പഴയ ഫ്രാഞ്ചൈസികളെ കൂടെ നമ്മൾ CSEയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ CSE എക്സാം ഒരു ബുദ്ധിമുട്ടുള്ള കേസേ അല്ല. അപ്പോൾ നമ്മളെല്ലാവരും CSEയിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചേർക്കാൻ കഴിയില്ല. കുറയ്ക്കുക എന്നുള്ളത് കൂടുതൽ കുറയ്ക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ റീസൺ. അപ്പം കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ സർവീസിലും നമ്മൾ എന്ത് കുറവ് വരുത്തേണ്ടി വരും. ആ സർവീസിൽ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പം ജലാൽ ഭായ് ഒരു ഫ്രാഞ്ചൈസി തുടങ്ങിക്കഴിഞ്ഞാൽ ജലാൽ ഭായ് സക്സസ് ആയാലേ നമ്മളും സക്സസ് ആവുള്ളൂ, അല്ലേ? ഇപ്പം നിങ്ങൾ ഒരു നല്ല രീതിയിൽ സ്ഥാപനം നടത്തുമ്പോൾ മറ്റുള്ളവർ വന്ന് ചോദിക്കുമ്പോൾ ജലാൽ ഭായ് എന്താ പറയുക, നമ്മൾ AM സേവാ കേന്ദ്രയുടെ അടുത്തത് നമുക്ക് സർവീസ് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിയുള്ളൂ. അല്ലാതെ ജലാൽ ഭായ് പറയണത് എനിക്ക് പറ്റ അബദ്ധമാണ് അവരെ സർവീസ്, നമുക്ക് എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോപ്പായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റെഡ്യൂസ് ചെയ്തിട്ടുള്ള പരിപാടി ഇല്ല. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഈ AM സേവ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഉത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടവർക്കുള്ള ഉത്തരങ്ങളുമുണ്ട്. ഇപ്പം പുതുതായിട്ട് ഒരാൾ AM സേവാ കേന്ദ്രം തുടങ്ങാൻ വരികയാണെങ്കിൽ എന്തൊക്കെ നിങ്ങളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം? ഇത്രയും പറഞ്ഞത് വെച്ച് ചോദിക്കുകയാണ്, AM സേവാ കേന്ദ്ര 100% പെർഫെക്റ്റ് ആണോ? ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ പറയുന്നത് ഒക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 100% പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരു കമ്പനിക്കും 100% പെർഫെക്റ്റ് ആവാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൽ. നമുക്കുള്ള ഫോൾട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇൻഷുറൻസ് നമ്മളെപ്പറ്റി നമുക്ക് വളരെ ഒരു എന്താ പറയുക, നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എടുത്തത് ആദ്യം ഒരു റിന്യൂ ബൈ എടുത്തു, POS ആണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. അതിന് നമ്മളൊരു പ്രതിവിധിയായിട്ട് ഇപ്പം നമ്മൾ കണ്ടെത്തിയ എന്താ വെച്ചാൽ, ഇപ്പം എടുക്കുന്ന ആളെ കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഒരു IRDA എക്സാം എഴുതിക്കും. ആ എക്സാം എഴുതിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻഷുറൻസ് ഏജൻസി കിട്ടും. POS എപ്പോഴും നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റ് തരാൻ വേണ്ടിയിട്ടോ POS ഒരിക്കലും മെനക്കെടില്ല. POS എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ഒരു കോർപ്പറേറ്റ് കമ്പനീസിൻ്റെതായിരിക്കും POS മൊത്തം. അവരാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവർ ചെയ്യും. അല്ലാതെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ മെനക്കെടില്ല. ട്രെയിനിങ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ ഇതും വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. നമ്മൾ കഴിയുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ഈ തേർഡ് പാർട്ടി സർവീസുകൾ കഴിയുന്നത് ഒഴിവാക്കുക ചെയ്യുക. കേരളത്തിൽ അതിന് സപ്പോർട്ടേഴ്സ് ഉണ്ടോ, കസ്റ്റമർ കെയറിന് സപ്പോർട്ടിങ് തരാൻ ആളുകളുണ്ടോ, അവരെ നമ്മൾ ഉൾപ്പെടുത്താറുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ഫേക്ക് സംഭവങ്ങളും വരുന്നത് നോർത്തുനിന്നും ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് അത് കഴിയുന്നത് നമ്മൾ ഒഴിവാക്കുക ചെയ്യുക. അപ്പോൾ ഇൻഷുറൻസ് നമുക്കൊരു പരിമിതി തന്നെയാണ്, നമ്മൾ ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് നമുക്ക് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇൻഷുറൻസിന് നമ്മൾ കണ്ടെത്തിയ ഒരു പ്രതിവിധി എന്താ വെച്ചാൽ, അവരെ കൊണ്ട് നമ്മൾ എടുക്കുന്ന ഫ്രാഞ്ചൈസികൾ കൊണ്ട് ഡയറക്റ്റ് ഒരു IRDA എക്സാം എഴുതിക്കുക, എന്നിട്ട് ഡയറക്റ്റ് ഒരു ഏജൻ്റ് ആക്കുക ഇൻഷുറൻസിൻ്റെ. അപ്പോൾ അതിൻ്റെ കമ്മീഷൻ മൊത്തം അവർക്ക് പോകും.
അതാണ് നമ്മളിപ്പോൾ നമ്മൾ 100% ഉറപ്പ്. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുള്ളൂ. നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് ഓൺലൈൻ സർവീസിൽ നമ്മൾ ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന സമയത്ത്, നിങ്ങൾ ഒരു ആധാർ കാർഡ്, പെൻഷൻ മസ്റ്ററിങ് ഒഴികെ ബാക്കിയുള്ള ഏത് സർവീസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കസ്റ്റമറോട് നോ എന്ന് പറയേണ്ടി വരില്ല എന്നാണ് നമ്മൾ പറയുന്ന ഗ്യാരണ്ടി. അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ കൊടുക്കും. അതിന് പുറമെ ഇപ്പം നമ്മൾ അറിയാത്ത സംഭവങ്ങൾ കുറേ വരാറുണ്ട്. ഓൺലൈൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പല ആളുകളും വിചാരിക്കുന്ന പോലെ ഒരു വരുമാന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസിലെ അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടിക്കൽ മാത്രമല്ല. ഓൺലൈൻ സർവീസ് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്കറിയാത്തൊരു സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പഠിക്കും. ഇപ്പം പഠിച്ചിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കും. എന്നാലും ഒരു കസ്റ്റമറോട് നമ്മൾ നോ എന്ന് പറയാൻ നമ്മൾ അവസരം വരുത്താറില്ല. AM സേവാ കേന്ദ്രയുടെ പേജിനകത്ത് കേരളം വിട്ടിട്ട് കർണാടകയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഇതിൻ്റെ ഫ്രാഞ്ചൈസി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു പക്ഷേ എന്താ പറയുക, നിങ്ങളുടെ ഒരു വിജയമായിട്ട് കാണാണ്. അതുപോലെ തന്നെ പേജിനകത്ത് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളതാണ് 3500 രൂപയ്ക്ക് ട്രെയിനിങ് നൽകുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയാം. അതെ, ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പുറത്തും നമ്മൾ കൊടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പുറത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CSC മാത്രമാണ്, ട്രെയിനിങ് ഇല്ല. കാരണം നമുക്ക് ട്രെയിനിങ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് റിസ്ക് കുറവാണ്. കാരണം അവരെ CSC എടുത്ത് കൊടുക്കുക, കുറച്ച് തേർഡ് പാർട്ടി സർവീസുകൾ, പിന്നെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് RTO സർവീസുകൾ, പാസ്പോർട്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റി, അങ്ങനെയുള്ള കുറച്ച് സർവീസുകൾ പഠിപ്പിക്കുക. നമ്മളെ കേരളത്തിൻ്റെ പോലെ 2 വർഷത്തെ സപ്പോർട്ടോ അതൊന്നും അവിടെ ആവശ്യമില്ല. നമ്മൾ CSC ഇപ്പം നമ്മൾ കേരളത്തിൽ അക്ഷയ ഉണ്ട് അല്ലേ. അപ്പോൾ അക്ഷയക്ക് CSC എടുത്തു കഴിഞ്ഞാൽ അക്ഷയയിലായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ തമിഴ്നാട് സംബന്ധിച്ചിടത്തോളം ഈ സേവാ മയ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, കർണാടകയിൽ സേവാ സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് നമ്മളിവിടുത്തെ അക്ഷയക്ക് പകരമായിട്ട് അവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് CSC കിട്ടിക്കഴിഞ്ഞാൽ സേവാമയം അതിലേക്ക് ആഡ് ചെയ്യാം. കർണാടകയിൽ CSC കിട്ടിക്കഴിഞ്ഞാൽ സേവാ സിന്ധു ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടുത്തെ അക്ഷയ പോലെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ കർണാടകയും തമിഴ്നാടും അവിടെ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് വന്നിട്ടുണ്ട്, മഹാരാഷ്ട്ര എന്ന് വന്നിട്ടുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് നമ്മൾ ആകെ ഒരു ട്രയൽ റണ്ണ് നടത്തിയത് കർണാടക, തമിഴ്നാട് മാത്രമാണ്. ബാക്കിയുള്ളവരിലോടത്തും ട്രയൽ റണ്ണ് നടത്തിയിട്ടില്ല. ട്രയൽ റണ്ണ് നടത്താണ്ട് നമ്മളത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ മൊത്തമായിട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. മിക്കവാറും ഈ അടുത്ത് തന്നെ ഈ ഓഗസ്റ്റ് 15 തുടങ്ങണമെന്ന് വിചാരിച്ചാണ്. അതിൽ നമ്മളെ കമ്പനിയിൽ ചെറിയൊരു ഇഷ്യൂസൊക്കെ വന്നപ്പം പാർട്ണർഷിപ്പിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നതിനെ കൊണ്ട് ശേഷം ഒന്ന് നീട്ടി. പിന്നെ വരുന്നതാണ് 3500 രൂപേൻ്റെ ട്രെയിനിങ്. അതിൽ ട്രെയിനിങ് മാത്രം 1 മാസത്തെ ട്രെയിനിങ്. അപ്പോൾ അതായത് നിലവിൽ CSC എടുത്ത ആളുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രാഞ്ചൈസി എടുത്തിട്ട് ബുദ്ധിമുട്ടായി നിൽക്കുന്ന ആളുകൾ, അവർക്ക് ചിലപ്പോൾ ഈ ട്രെയിനിങ് കിട്ടണമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എന്നുള്ള ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ട്രെയിനിങ്, അതായത് കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കില്ല, 2 വർഷത്തെ സപ്പോർട്ട് ഒന്നും കൊടുക്കില്ല. 1 മാസത്തെ ട്രെയിനിങ്ങിൽ നമ്മൾ ഫ്രാഞ്ചൈസികൾക്ക് കൊടുക്കുന്ന അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും 1 മാസത്തെ. പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ 1 വർഷത്തേക്ക്. അതിൽ പിന്നെ തേർഡ് പാർട്ടി സർവീസുകളൊന്നുമില്ല, ഈ ട്രെയിനിങ്ങും 1 വർഷം സപ്പോർട്ടും എങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ സർവീസുകൾ നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ ഗൾഫ് നാടുകളിലും തുടക്കമിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകൾ, ജോലി ചെയ്യുന്നവർ, ഇവർക്ക് AM സേവാ കേന്ദ്ര ഗൾഫിൽ നിന്നിട്ട് ഓൺലൈനായിട്ട് ചെയ്തു കൊടുക്കാനുള്ള സാധ്യതകളുണ്ടോ? അതെ, ഗൾഫിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് എൻക്വയറീസ് വരുന്നതിൽ നമ്മളോടും ചോദിക്കുന്നുണ്ട്, നമുക്കിവിടെ ഗൾഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഓപ്ഷനൊക്കെ ഓക്കെയാണ്, പക്ഷെ അതിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ സൈറ്റും ഇന്ത്യയിൽ നമ്മളെ കുറേ സൈറ്റുകൾ നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. എന്നാലും കുറേ സൈറ്റുകൾ ഓപ്പൺ ചെയ്യാനും പറ്റും. ഇപ്പം അവിടെ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു UAE-ലാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ആളുകളൊക്കെ നമ്മളെ എൻക്വയറീസിൽ, അതായത് നമുക്ക് ഗൾഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫുൾ ആക്സസ് കിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതായത് ഇന്ത്യയിലുള്ള നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കുറേ സൈറ്റുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ ബാക്കിയുള്ള
ഓൾമോസ്റ്റ് എല്ലാ സർവീസുകളും ഇപ്പം പാസ്പോർട്ട് ആയാലും ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. നമ്മൾ എൻക്വയറീസ് വരികയാണ്, ഓക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഗൾഫിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് AM സേവ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളാണെങ്കിൽ, നിർദ്ദേശങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഉത്തരമായിട്ട് വീണ്ടും നമ്മൾ വീഡിയോയിലൂടെ വരുന്നതാണ്. AM സേവാ കേന്ദ്രയിലെ കാര്യങ്ങൾ കൂടുതൽ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുക്കുന്നു. ഇപ്പോൾ ജലാൽ ഭായി പറഞ്ഞ പോലെ നമ്മളെ പറ്റിയിട്ട് ഇനിയിപ്പോൾ AM സേവാ കേന്ദ്ര നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ നമ്പർ 9207122740. നമ്മളെ ഫേസ്ബുക്ക് പേജ് AM സേവാ കേന്ദ്ര ആൻഡ് ട്രെയിനിങ് സെൻറ്റർ എന്നാണ് നമ്മുടെ പേജിൻ്റെ പേര്. ഓക്കെ, താങ്ക് യു.